അപ്പേ ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് ഇതാ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മളെ കാര്യങ്ങളിലേക്കായിട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ രാവിലെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് ഒന്ന് ആറി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലല്ലേ ഒരു മടി കയറി വരാൻ കേട്ടോ. അപ്പോൾ ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇതാ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബെഡ്റൂമിൽ നിന്ന് നമ്മളില്ലേ ബെഡൊക്കെ നിങ്ങൾക്ക് മടിയുണ്ട്, നിങ്ങൾ ക്ലീനിങ്ങിന് അല്ലെങ്കിൽ ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ എണീറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ബെഡ്റൂമിൽ നിന്ന് നീറ്റാക്കി വെച്ച് നോക്ക് കേട്ടോ. പില്ലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി വിരിച്ച് പില്ലൊക്കെ റെഡിയാക്കി വെച്ച് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് എങ്ങനെയാണോ നമ്മൾ വെക്കുന്നത് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ആ റൂമിൽ നിന്ന് നമ്മൾ കിടന്ന് എണീക്കുന്ന റൂമിൽ നിന്ന് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഫ്രഷ് എയറൊക്കെ കയറി അങ്ങനെ ഒന്ന് നിങ്ങൾ എണീറ്റ് വന്ന് നോക്ക് കേട്ടോ. നിങ്ങളുടെ എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല എന്തൊക്കെയോ നമുക്ക് ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കിയൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെയോ പണി തീർന്ന പണി ഒരുങ്ങിയ ഒരു ഫീല് നമ്മളെ മൈൻഡിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതുതന്നെയാണ് പോസിറ്റീവ് ഫീൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പണികളില്ലേ വേഗം വേഗം തീർക്കാനുള്ളൊരു എനർജി നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ നമ്മൾ ക്ലിയറാക്കി മടക്കി വെച്ചിട്ടില്ലെങ്കിലും നടക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു റഫായിട്ട് ഒന്ന് മടക്കിയിട്ടിട്ട് പോകാനെങ്കിലും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറഞ്ഞില്ല, കുറച്ചധികം വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാം. മറന്നുപോയത് ഞാൻ ഈ ലൈക്കിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ കുറേ പേര് മറന്നു പോകുന്നുണ്ട് കേട്ടോ. അവർ ഓർമ്മിപ്പിക്കണേ എന്ന് പറയും. കാര്യം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ജസ്റ്റ് ഇങ്ങനെ ഓർമ്മിപ്പിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതൊന്നും മറന്നു പോകണ്ട. എപ്പോഴും നമ്മളിങ്ങനെ എനർജിയോട് കൂടിയിട്ട് നടക്കുക അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. എപ്പോഴും ഞാനും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കലൊന്നുമില്ല. പക്ഷേ നമ്മൾ രാവിലെ കുറച്ച് ടൈം കുറച്ചൊരു എനർജറ്റിക് ആയിട്ട് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കൂടിയിട്ട് നമ്മളത് ഉണ്ട്, നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ഉഷാറാണ് എന്ന് ഉള്ള രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് സമയം ഒരു മണിക്കൂറാണെങ്കിലും ഒന്ന് നമ്മളെ വീട് നമ്മൾ കിടന്നിടം അല്ലെങ്കിൽ നമ്മളെ വീട് നമ്മൾ മുറ്റവും പരിസരവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അതൊക്കെ അതിൽ ഇൻക്ലൂഡായിട്ട് വരുന്നതല്ലേ. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യേണ്ട കാര്യം എനിക്കിതൊക്കെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പം കുട്ടികളെ മദ്രസ പറഞ്ഞയക്കൽ, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കൽ, കുട്ടികളെ എണീപ്പിക്കൽ അവരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ കാര്യം അതുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പോൾ അതെന്താണോ നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നല്ല ഉഷാറോട് കൂടിയിട്ട് കുറച്ച് സമയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഭയങ്കര എനർജി ആയിരിക്കും, നമുക്ക് ഭയങ്കര ഉഷാറായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളില്ലേ നമ്മൾ കുറച്ച് സമയം വർക്ക് ചെയ്യണം ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ഒന്നുമില്ല ഒരു മണിക്കൂർ വേഗം അങ്ങ് തട്ടി കൂട്ടിയിട്ട് പോവാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആ എനർജി കൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറേ ദിവസം ഞാൻ എന്നെ തന്നെ അങ്ങനെ പറ്റിക്കലുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അലക്കൽ തുടക്കൽ എല്ലാം അങ്ങനെ വഴിയേ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റലുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ എന്തായാലും മസ്റ്റായിട്ടും രാവിലെ എണീറ്റ് പ്രയർ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഏത് സമയത്താണോ കറക്റ്റായിട്ടുള്ളൊരു ടൈം എണീക്കാൻ പറ്റുന്നൊരു ടൈം അതൊക്കെ ആക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ സാധാരണ എണീക്കുന്നതിലും ഒരു അരമണിക്കൂറെങ്കിലും പതുക്കെ നേരത്തെ എണീക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ തന്നെ അല്ലേ നമുക്ക് ലൈഫിൽ ഒരുപാട് ടൈം കിട്ടും കേട്ടോ. ഈ പറയുന്ന ഞാനാണെങ്കിലും ടൈം കിട്ടുന്നില്ല, തിരക്കാണ്, ബിസിയാണ് എന്ന് പറയും. പക്ഷെ നമ്മൾ ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ
നമുക്ക് തിരക്ക് വരുന്നത് അല്ലേ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തിരക്ക് തന്നെയാണ്. അപ്പോൾ ആ തിരക്കിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മളിതിലൊരു എക്സ്ട്രാ ടൈം നമ്മൾ കണ്ടെത്തി തന്നെ വേണം. ചിലർ ചോദിക്കലുണ്ട്, ജംഷി എന്തിനാ തലേ ദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നത്, എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നത്, ഒരുക്കി വെക്കുന്നതിന് ആകെ 2 പേരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കലുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 3 പേര് എന്നുള്ളിടത്തല്ല കേട്ടോ. നമ്മളിപ്പോൾ ആ 2 പേർക്ക് നമ്മൾ ചോറ് വെക്കണ്ടേ, ആ ചോറ് വെക്കണമെങ്കിൽ അരി എടുക്കണ്ടേ. 10 പേർക്കാണെങ്കിലും 2 പേർക്കാണെങ്കിലും അരി എടുക്കണം, അത് കഴുകണ്ടേ. ഇപ്പോൾ 2 പേർക്കാന്ന് ചോദിച്ചാൽ അത് കഴുകാണ്ട് ഇടാൻ പറ്റില്ലല്ലോ. 10 പേർക്കാണെങ്കിലും അത് കഴുകിയിട്ട് തന്നെയാണ് ഇടുക, അല്ലാത്തവർക്കാണെങ്കിലും അത് കഴുകിയിട്ട് തന്നെയാണ് ഇടുക. ആ പണി എല്ലാം ചെയ്യണം. ഇപ്പോൾ 3 പേർക്കാണെങ്കിലും 10 പേർക്കാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെ ചെയ്യണം. അപ്പോൾ അത് പറയുന്നവർക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ചില കമൻറ്റിലൊക്കെ കാണലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പണിയെടുക്കുന്ന എനിക്കില്ല, അത് കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം വരും കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീട് നമ്മൾ നീറ്റാക്കി വെക്കുന്നത്. ചിലർ പറയും, എന്താ പറയുക, നിങ്ങൾക്ക് വീട് എപ്പോഴൊന്നും ക്ലീനാക്കി വെക്കേണ്ട കാര്യമില്ല, എപ്പോഴെങ്കിലും ചെയ്ത് വെച്ചാൽ അത് കുറേ നാൾ അങ്ങനെ ഇരിക്കൂലേന്ന്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് നമ്മളെ നമ്മളെ വീട് രാവിലെ ഉണ്ടാവുക എന്നുള്ളത്, ഡെയിലി രാവിലെ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് അങ്ങനെ മോശമാക്കിയിട്ടിട്ട് വീഡിയോ എടുക്കുന്നതും അങ്ങനെ അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് വീട് ഒരുങ്ങി നിൽക്കുന്നു കേട്ടോ. നമ്മൾ ചെയ്യാണ്ട് ഒരിക്കലും നമ്മളെ വീടോ നമ്മളിപ്പോൾ ഒന്നും വേണ്ട. നമ്മൾ നീറ്റായിട്ടിരിക്കുന്നത് നമ്മൾ ഒരുങ്ങുന്നത് കൊണ്ട് തന്നെയല്ലേ. അല്ലാണ്ട് വെറുതെ ഒരാൾ ഇപ്പോൾ നമ്മളെ മുടിയാണെങ്കിലും നമ്മളെ കൈകാലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും നമ്മൾ നീറ്റാക്കി വെക്കുന്നത് കൊണ്ടും നമ്മൾ ഡ്രസ്സിങ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഒരു മനുഷ്യൻ നീറ്റായിട്ട് കാണപ്പെടുന്നത് അല്ലേ. അത്രയേ ഉള്ളൂ വീടിൻ്റെ കാര്യത്തിലോട്ടാ. അപ്പോൾ അത് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നിങ്ങൾ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങ് ആയി വരുമൊന്നുമില്ലല്ലോ. ജസ്റ്റ് എൻ്റെ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനൊക്കെ നമ്മൾ മനസ്സുണ്ടാക്കിയെടുക്കണം. നമ്മളൊന്ന് ഫ്രഷ് ആയിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വീടൊന്ന് ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ടൈം ഉണ്ടാക്കിയെടുക്കണം, അതിനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണം കേട്ടോ. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനേക്കാളും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ല, അത്രയും നീറ്റായിട്ടും ഓരോരോ വീടുകൾ കാണാം. അപ്പോൾ അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അങ്ങനെ അവർക്ക് തന്നെ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ വീട് നമ്മൾ നീറ്റാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇടങ്ങൾ നമ്മൾ നീറ്റാക്കിയിട്ട് വെക്കാം. അത് എപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റാക്കിയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നല്ല നീറ്റാക്കിയിട്ട് വെക്കുക. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ആക്കിയിട്ട് വെക്കുക. പിന്നെ എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു വീട് ഏകദേശം നല്ലോണം തന്നെ ഇരുന്നോളൂ. പക്ഷെ കുട്ടികളുടെ വീട്ടിലും പിന്നെ കുറേ പേരുള്ള വീട്ടിലൊന്നും ചിലപ്പോൾ അത് നടന്നോളണം ഇല്ല. കുട്ടികളുടെ വീട്ടിൽ നിന്ന് പറയാനൊന്നും കേട്ടോ, വലിയൊരു ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പല രീതിയിലും പല സ്ഥലത്തും ആയിരിക്കും അത് കൊണ്ടുവെക്കുക. രാവിലെ എല്ലാ വീട്ടിലുള്ളതുപോലെ തന്നെ എനിക്കും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. ഓരോന്ന് അടുക്കിപ്പെറുക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്കങ്ങനെ വലിച്ചു പറിച്ചിട്ട് ഇടുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ സ്പീഡായിട്ടുള്ള ഒതുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇതാ ഒരു ഈസി പീസി കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തു ജാറിലിട്ടിട്ട്. എന്നിട്ട് അത് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ. അന്നേക്ക് ഗ്രേവി വേണമെങ്കിൽ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് 2 സവാള, അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ രണ്ടെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറി മതിയെങ്കിൽ ഒരെണ്ണം ഒരു വലുതെടുത്താലും മതി. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരാൻ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കൊന്നും വേണ്ട, ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചാൽ മതി. നമുക്ക് വേറെയുള്ള പണികളൊക്കെ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള, നമ്മളിപ്പോൾ കടലയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയല്ലേ, അതാണ് കേട്ടോ. അത് കുതിർത്ത് വെച്ച് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഞാൻ ഒന്നിച്ച് കടലയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നിച്ച് കുതിർത്തിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് സിപ്ലോ കവറിലോ ബോക്സിലോ ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു 10 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. നമുക്ക് കടല നല്ല സോക്ക് ചെയ്ത കടല കിട്ടുമേ. അപ്പോൾ അതൊന്ന് മസാല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കടല ചേർത്ത് കൊടുക്കാം.
എന്നിട്ടൊന്നുമില്ല, മിക്സ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കാവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണം, നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വെള്ളമായിട്ട് വരൂലേ, അങ്ങനെ. ഇതാ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് കുക്കാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പൂല്ലേ, അതും ഇട്ട് കൊടുത്താൽ മതി. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ പട്ടേൻ്റെ ഇങ്ങനെ ബേ ലീഫില്ലേ, അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ആ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമ്മൾ കടലയൊക്കെ കുക്കാവുന്ന ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും കുതിർത്ത കടലയിലെ വെന്ത് വന്നോളും. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇന്ന് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കുന്നത്, കടലക്കറിയിലേക്ക് കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിലരൊക്കെ പറയലുണ്ട് ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരില്ല, സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന്. ഞാൻ റെസിപ്പീസ് ചപ്പാത്തീൻ്റെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഴക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഒന്നുമില്ല, ഞാൻ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തിക്ക് മാവ് കുഴക്കുക. സാധാ കുഴക്കുന്ന പോലെ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുഴക്കും, അത്രയേ ഉള്ളൂ. കുഴച്ചിട്ട് എടുത്ത് വെക്കുക ഒന്നുമില്ല, അപ്പം തന്നെ കുഴച്ച് ഉരുട്ടി പരത്തി ഇതാ ചുടുകയാണ് ചെയ്യുക കേട്ടോ. നമ്മളെ കടല ഞാൻ 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ചപ്പാത്തി ചൂടാൻ വേണ്ടി നിന്നത്. ഒന്നുമില്ല, പത്തിരി ചൂടുന്ന അതേ മെത്തേഡിലാണ് ഞാൻ ചപ്പാത്തിയും ചൂടുക കേട്ടോ. ജസ്റ്റ് ഇട്ട് കൊടുക്കും, ചെറുതായിട്ടൊന്ന് ആവി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് അടുത്ത മറിച്ചിടലിടും. അടുത്ത മറിച്ചിടലോട് കൂടി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം, അത്രയേ ഉള്ളൂ. കുറേ നേരം കല്ലിലിട്ടിട്ട് അത് ഹാർഡാക്കരുത്. പിന്നെ ചിലയിടത്തു നിന്നൊക്കെ നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ ഇങ്ങനെ ഹാർഡായിട്ട്, അല്ലെങ്കിൽ അത് ഇരിക്കുമ്പോൾ ഹാർഡായി പോകുന്ന ചപ്പാത്തി കാണലുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ. ബാക്കിയെല്ലാം സാധാ പോലെ തന്നെ ആ ഒരു പരുവം ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ട ഈ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾ ഇനിയിപ്പോൾ നാളെ എടുക്കണം. നമുക്ക് ചപ്പാത്തിയൊക്കെ ബാക്കി വരലുണ്ട് ചിലപ്പം. അപ്പോൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നല്ല ചൂടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് നോക്കിയതേ ഉള്ള, കൈയൊക്കെ ചൂടായിപ്പോയി. ഇതാ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചുട്ടെടുക്കൽ കേട്ടോ. ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് തിരിച്ചിടും. പിന്നെ നിങ്ങൾക്ക് കാണാം അതിൽ ബബിൾസ് വരും, നിറയെ ഇങ്ങനെ കുമ്പളകൾ വരുമ്പോൾ, അത് നിറയെ വരുമ്പോൾ രണ്ടാമത്തെ മറിച്ചിടലിന് നമ്മൾ ഒരു തവണ മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ വെക്കുക കുറച്ച് സമയം. ആ ബബിൾസ് വരാൻ കുറച്ച് സമയം എടുക്കട്ടെ, എന്നിട്ട് വേണം നമ്മൾ ഇത് വരുന്നത് അത് വരുമ്പോൾ ഏകദേശം വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വന്നോളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ അത് ഹാർഡായിട്ട് പോകില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ ചുടാനൊക്കെ അറിയുന്നവരും കുഴക്കാനൊക്കെ അറിയുന്നവരെന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചപ്പാത്തിയും റെഡിയാണ്, നമ്മളെ കടലയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. ഞാൻ രാവിലെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും ചെയ്തതുകൊണ്ട് റഫീഖ ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ റഫീഖ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, നമുക്കും കഴിക്കണം അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതാ കടല കണ്ടോ നല്ല വെന്ത് റെഡിയായി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം, വറവിടേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ വഴറ്റിയിട്ടാണ് വെച്ചത്. നല്ല ടേസ്റ്റാട്ടെ ഈ ഒരു മസാല രീതിയിലും ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റുള്ള കടലക്കറി ഇങ്ങനെ തന്നെ എടുക്കാം. ഒരു ഓപ്ഷൻ ഇതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾ കുറച്ച് കുറച്ച് തേങ്ങ എത്രയാണോ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അത് ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. നല്ല ടേസ്റ്റുള്ള നല്ല റിച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. പിന്നെ ഇനിയിപ്പോൾ തേങ്ങാപ്പാലല്ലെങ്കിൽ നിങ്ങൾക്കൊരു 5-8 കാഷ്യൂനട്ടില്ലേ, അതൊന്ന് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം തിക്കായിട്ട് പോകണ്ട, അതായാലും നല്ല ടേസ്റ്റാണ്. ഇനി അതും അല്ലെങ്കിൽ മൂന്നാമതായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം നിങ്ങളെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് മൂന്നും ചേർത്ത് കൊടുക്കുമ്പോൾ കറി വേറെ ലെവലിലേക്ക് മാറും. ശരിക്കും ഈ എന്താ പറയുക, നോണൊന്നും കഴിക്കാത്തവർക്ക് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ നാന് അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. ഇനി അല്ലാത്തവർക്കാണെങ്കിലും നല്ല എന്താ പറയുക, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഇത് ഈ കടല വെച്ചിട്ടല്ല കേട്ടോ, സാധാരണ നമ്മൾ ബ്ലാക്ക് കടലല്ലേ അത് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ റഫീഖ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബ്ലാക്ക് കടല സാധാ നമ്മളെ കടല വെച്ചിട്ട് നമുക്ക് സെയിം കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്, ട്രൈ ആക്കി നോക്കണം. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയേണ്ടി വരും.
അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന്. അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാ മുറ്റടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലരെങ്കിലും വിചാരിക്കും കുളി കഴിഞ്ഞിട്ടാണോ മുറ്റടിക്കുക എന്ന്. അങ്ങനെയല്ല, ഞാൻ രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. കാര്യം ഒരു 10 മണിക്ക് കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിലില്ലേ ശരിക്കും ആ ഒരു നീരിറക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പണി കാര്യമാക്കലില്ല. ആ ഒരു ടൈമിൻ്റെ മുമ്പ്, ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈമിന് ആകുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് കയറുന്നുണ്ട്. ഒരു 10 മണി അതിന് മുമ്പേ കുളിക്കുന്ന ദിവസം ആ ഒരു സമയത്തിന് മുമ്പേ കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലാത്ത ഒക്കെ ഇങ്ങനെ നീർക്കെട്ടിയിട്ട് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വേദന വരലുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു നീരിറക്കത്തിൻ്റെ പ്രശ്നമേ ഉണ്ടാവലില്ല. ഇതിപ്പോൾ ഇല്ലേ എന്താണെന്നറിയാം, എൻ്റെ ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയാണ്ട് പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ റഫീഖാനെ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ. കുറേ സമയം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. റഫീഖാനെ വിളിച്ചപ്പോൾ റഫീഖ മട്ടൺ കൊടുത്തയച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ ഉമ്മ മട്ടനൊക്കെ ഒന്ന് കഴുകി തന്നു. ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് മട്ടൺ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പാക്ക് മട്ടൺ ബിരിയാണി നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ റഫീഖ അങ്ങനെ നല്ല മട്ടൺ കിട്ടിയപ്പോൾ കൊടുത്തയച്ചതാണ്. അവർ വന്നപ്പോൾ ഞാൻ മുറ്റടിച്ച് കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഏട്ടത്തിനെ വിളിച്ചു കേട്ടോ. ഏട്ടത്തിനോടും പൂമോളും ഉണ്ടാവിടെ. അപ്പോൾ ഏട്ടത്തിനോടും മക്കളോടും എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം വരുന്നില്ല എന്നൊക്കെ കുറേ പറഞ്ഞു. പിന്നെയും വിളിച്ച് നമ്മളങ്ങനല്ലേ, നമ്മൾ കൂടുമ്പോൾ എല്ലാവരും കൂടുമ്പോൾ രസമല്ലേ. അങ്ങനെ പിന്നെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മറ്റേ ഏട്ടത്തിൻ്റെ മോനല്ലേ ഷാനുവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പോനും ഓനും ഇവിടെ കൽപ്പറ്റ ഓഫീസിലുണ്ട്. അപ്പോൾ ഓന് ആ ഒരു സമയത്ത് ലഞ്ച് ടൈമിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ വേഗം ബിരിയാണി ആക്കലാണ്. ഇപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള സവാളൊക്കെ കട്ട് ചെയ്തു, തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഉമ്മ ഉള്ളിയൊക്കെ തൊലിച്ച് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പരിപാടി നോക്കലാണ്. ഇനി ഏട്ടത്തിക്ക് ഇപ്പോൾ വരും. പിന്നെ കുറേ പേര് സംശയം ചോദിക്കലുണ്ട്, ജംഷിൻ്റെ ഏട്ടത്തിക്ക് 2 മക്കളല്ലേ ഉള്ളൂ, മറ്റേതാരാന്ന് ചോദിക്കലുണ്ട്. ഏട്ടത്തിക്ക് പൂമോളും കുഞ്ഞുമോനും ഒരാണും ഒരു പെണ്ണുമാണ് ഉള്ളത്. മോളെ മക്കളാണ് തനു, ഹവ്വ, മുഹമ്മദ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെ ഡൗട്ട് വേറൊരു മോനും കൂടെ ഷാനുവിനെയും കൂടെ ഞാൻ കാണിക്കില്ല, അതാരാന്നാണ്. കുറേ പേർക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2 ഏട്ടത്തിമാരുണ്ടായിരുന്നു. ഒരാൾ, അതായത് എൻ്റെ നേരെ മൂത്ത ഏട്ടത്തി മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മരിച്ചുപോയ ഏട്ടത്തിൻ്റെ മോനാണ് ഷാനു എന്ന് പറഞ്ഞത്. നമ്മൾ കോഴിക്കോടൊക്കെ പോയ വീഡിയോയിലൊക്കെ നിങ്ങൾ കുറേ ചോദിച്ചിട്ടുണ്ട്. കുറേ ചോദിക്കല 1-2 കമൻറ്റ് ഞാൻ കണ്ടു, ഷാനു വരാ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഞാനത് എടുത്ത് പറയാണ്ടിരുന്നത്, ആ വീഡിയോ അവനും കാണുന്ന അല്ലെങ്കിൽ കമൻറ്റൊക്കെ നോക്കുമ്പോൾ അതൊരു വിഷമല്ലേ, നമ്മളിങ്ങനെ ഒരാളിങ്ങനെ ഇതാക്കി പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ നിങ്ങളോട് അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആക്കി തരണം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വീഡിയോൻ്റെ ഓരോരോ കാര്യം പറയുമ്പോൾ ഞാനത് മറന്നു പോകുന്നതാണേ, സോറി. അപ്പോൾ എൻ്റെ 2ഉം 3ഉം എൻ്റെ ഏട്ടത്തിൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ എന്താണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത്? സൂയിസൈഡായിരുന്നു. എന്താ കാരണം, എങ്ങനെ, എന്താ ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കടക്കാത്തത്, ആ ഭാഗം നിങ്ങളോട് ഷെയർ ചെയ്യാത്തത്. നമുക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് ഒന്നുമില്ല, മരണപ്പെട്ടു, അതവിടെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങളെ മോന് അത്രയും ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കും അത്ര തന്നെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ അവർക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മട്ടൺ ബിരിയാണി കിഡ്ഡലും ടേസ്റ്റാട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം എല്ലാ ടൈപ്പ് ബിരിയാണിയും ചെയ്തിട്ടുണ്ട്. ജംഷി റെസിപ്പീസ് ബിരിയാണി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് കിട്ടും കേട്ടോ. ഈ ഒരു മെത്തേഡാണ് ഞാൻ അധികവും ഫോളോ ചെയ്യൽ. ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത്, പച്ചമുളക് ക്രഷ് ചെയ്തത് കുക്കറിൽ വിസിലടിക്കും. ഇപ്പുറത്ത് മട്ടനും വേകുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ട് വരും. പിന്നെ നമുക്ക് ജസ്റ്റ് മിക്സിങ് മാത്രമേ കേട്ടോ. എളുപ്പത്തിൽ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതും നല്ല കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല ദം ബിരിയാണി. അപ്പോൾ ഇതാ 2ഉം വന്നിട്ടുണ്ട്. മട്ടനും കാര്യങ്ങളൊക്കെ വെന്തു. ഇനി നമ്മൾ മസാല ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ജസ്റ്റ് മിക്സിങ്ങിൻ്റെ ആവശ്യമേ ഇനിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കുറച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി. മട്ടൻ ബിരിയാണിയിലേക്കൊന്നും ഒരുപാട് അങ്ങനെ ഒരു ആ യെല്ലോ കളർ ഒരുപാട് വേണ്ട കേട്ടോ. ഒരു ഡാർക്ക് കളറാണ് നമുക്ക് ബിരിയാണി വേണ്ടേ. പിന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. ഞാൻ 1 കിലോ ആണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള
വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടുപോയിക്കോ. അപ്പോൾ നമ്മൾ വെന്ത് വന്നിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അത് മുഴുവനായി ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ. അത് നമുക്കൊരു വഴന്ന് വരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സവാളയൊക്കെ ഉള്ളിൽ വഴറ്റിയിട്ട് കിട്ടുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് വിനാഗിരി, 1-2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇതൊരു സീക്രട്ടാട്ടോ, നമ്മൾ ബിരിയാണീൻ്റെ സീക്രട്ടാണ്, ടേസ്റ്റ് കൂടാനുള്ളൊരു സംഭവമാണ് കേട്ടോ, ഒരു ടിപ്പാണത്. പിന്നെ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തു. മുഹമ്മദ് ഇവിടെ ഇത് അങ്ങനെ മാസം വണ്ടിക്ക് പോകുമ്പോ കിടാ, വണ്ടിക്ക് പോകുമ്പോ കിടാ ഇതിന്റെ സ്ത്രീലൊക്കെ ഇത് കടയിലെല്ലാം പണിയെടുക്കുമ്പോഴല്ലേ ഇത് എടുക്കണൊന്നും കേറില്ല. ഇപ്പൊ ആദ്യം കണ്ണടല്ലേ അല്ല മറ്റേ ഗോൾഡൻ കളർ കാണാം, ഇപ്പഴല്ല ഇവനെന്ത് നിൽക്കുക? പഴുത്തണെങ്കിൽ പറിച്ചോ, ഇച്ചിരിയല്ല നല്ലോണം പഴുത്തണോ? പറിച്ചോ. കൊണ്ടൊരു പഴുത്തത് എങ്ങനെ ഉണ്ട്? ശരിയാ, കുറച്ച് മുറിക്കാനായിട്ടില്ല അവ, നാളെ പഴുക്കും. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. മുഹമ്മദിനെ ഇങ്ങനെ മുറ്റത്തേക്ക് വിട്ടാൽ മതി കേട്ടോ, അവന് ഹാപ്പിയാണ്. അപ്പോൾ അവർ കളിക്കട്ടെ, അപ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടാം. അപ്പോൾ ഇതാ പൂമോക്ക് ഞാൻ കുറച്ച് മസാല മാറ്റുകയാണ് കേട്ടോ. ഓക്ക് മട്ടൻ ബിരിയാണി കഴിക്കൂല കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മളെ മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. മസാല സെയിം ആട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇട്ടിട്ട് മിക്സ് ആക്കേണ്ട കാര്യമുള്ളൂ, മട്ടനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചിക്കനിലാണെങ്കിലും. അപ്പോൾ ഈസി തന്നെയല്ലേ, കുഴപ്പമൊന്നുമില്ല. മട്ടൻ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അവിടെ കിടന്നോട്ടെ. ടൈം ഉണ്ടെങ്കിൽ അത് നല്ലതാട്ടോ, ആ ഒരു മട്ടൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കാനൊക്കെ നല്ലതാണ്. ഇനി അതവിടെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാല സെറ്റാണ്. ഇനി നമ്മൾ റൈസ്, ഗീ റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കുക. 1 kg ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നെയ്യും ഓയിലും കൂടെ മിക്സ് ആയതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ഗീ റൈസ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മട്ടൻ്റെ സ്റ്റോക്കും ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസ് കഴുകിയിട്ടുള്ള കൈമ റൈസില്ല അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണിയിലേക്ക് കൈമ റൈസ് തന്നെ എടുക്കുക. ജീരകശാല റൈസ്, നല്ല സ്മെല്ലുള്ള കുഞ്ഞ് റൈസ്, അതാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഏത് പേരിലാണോ കിട്ടുന്നത്, റോസ്, ത്രീമാൻ, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഐഷ ഗോൾഡ്, അങ്ങനത്തെ കുറേ ഉണ്ട്, മറിയം, അങ്ങനത്തെ കുറേ പേരുണ്ട് കേട്ടോ ഇതിന്. ഈ ബ്രാൻഡിന് ഇതാ മിക്സാക്കി കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. നല്ല റൈസിന് വൈറ്റ് കളർ കിട്ടാനും അതുപോലെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വിട്ടുള്ള ചോറ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും എയർ പോകുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ടുള്ള ചോറ് കിട്ടും കേട്ടോ. ഇതാ നമ്മളെ മസാല നല്ല കിടലനായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത് അതിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ലാസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ ഷാനു വന്നിട്ടുണ്ട്, കുഞ്ഞുമോനും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം കുറച്ച് ഞാൻ എന്താ പറയുക, നമ്മളെ മൊജിറ്റോ ഇല്ലേ,
മൊഹീറ്റോ എന്നൊക്കെ പറയട്ടോ. അതിൻ്റെ ഉച്ചാരണം മൊഹീറ്റോ തന്നെയാണ്, നമ്മൾ മൊജീറ്റോ എന്ന് പറയും അങ്ങനെ. അപ്പോൾ ഇതാ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. നല്ല ചൂടിൽ നല്ല ഐസ് ഇട്ടിട്ട് കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ റോ മാംഗോ മൊജീറ്റോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വാട്ടർമെലൻ, അതുപോലെ തന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മന്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ കുടിക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ദം ചെയ്യണേ. ഒന്നുമില്ല, നോർമലാണ്. ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തിട്ടോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും കിട്ടില്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നോർമൽ ദമ്മൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറിനാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിക്കട്ടെ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക ചെയ്തത്. പക്ഷേ ഇതന്നെ നല്ല ടേസ്റ്റാട്ടോ. ഓവർ മസാലയും കാര്യങ്ങളും ഒന്നും കൊടുക്കാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റംസൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റ് നല്ല കിഡിലൻ ടേസ്റ്റും ആട്ടോ നമുക്ക് കിട്ടുക. എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ബിരിയാണി നമ്മൾ റെസിപ്പി നല്ല ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫുൾ അളവും കാര്യങ്ങളും 1 കിലോയിലേക്ക് 2 കിലോയിലേക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കൂട്ടി എത്ര ഒരു 5 കിലോനാണെങ്കിൽ 1 കിലോയിലേക്ക് എടുത്ത സാധനങ്ങൾ അത് 5 കിലോയിലേക്ക് മാറ്റുക, ഇരട്ടി ഇങ്ങനെ കൂട്ടിയിട്ട് എടുക്കുക. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്യൽ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. അപ്പം ഷാനുവിന് വേഗം പോകണം, അതുകൊണ്ട് ഇവർക്ക് മാത്രം വേഗം കൊടുത്തതാണ് കേട്ടോ. അവക്ക് ചോറത് മതി. നല്ല ബിരിയാണി. ഉമ്മച്ചിന്റെ എന്ത് ഹവ്വേ എന്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഷാനും കുഞ്ഞുമോനും പോയിട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉമ്മയും ഉപ്പയും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ മുഹമ്മദും തനും ഹംവയ്ക്കും ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം, കുറച്ച് കഴിഞ്ഞാൽ ഇവരും പോകട്ടോ, ഒരു അരമണിക്കൂർ കൂടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റും ഇനി ഇൻഷാല്ല ഈ വീഡിയോയിലെ കമൻറ്റിനും റിപ്ലൈ തരാട്ടോ. ഞാൻ കുറച്ച് വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു 2 ദിവസമായിട്ട്. വേറൊന്നുമല്ല, പീരിയഡ്സിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.